Hello, Assalamualaikum. Welcome to MinuzWorld. എല്ലാവർക്കും ഒരിക്കൽ കൂടി MinuzWorldലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു ചൈനീസ് ഡിഷാണ്. പക്ഷേ ചൈനീസിന്റെ അവിടേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഇത് MinuzWorldന്റെ ഒരു ചൈനീസ് ഡിഷാണ്. അങ്ങനെ കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇൻഗ്രീഡിയൻറ്റ്സ്: ചിക്കൻ, സ്പ്രിംഗ് ഓണിയൻ, വെളുത്തുള്ളി, ഇഞ്ചി, ഗ്രീൻ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, സവാള, കോൺഫ്ലോർ, കുരുമുളക് പൊടി, ഉപ്പ്, ഒലീവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, മൈദപ്പൊടി, വിനാഗിരി, സോയാ സോസ്, ടൊമാറ്റോ സോസ്, എഗ്ഗ്, ഇത്രയാണ് നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. ഇനി ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ എടുക്കാം. ഇത് ബോൺലെസ് ചിക്കനും ചെയ്യാം, ബോണുള്ളതും ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ബോണുള്ളത് തന്നെയാണ്. ആദ്യം തന്നെ അതിലോട്ട് നമുക്ക് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് നിങ്ങൾക്ക് അനുസരിച്ചിട്ട് മാറ്റുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂണോളം വിനാഗിരിയും ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒഴിക്കേണ്ടത് ഒലീവ് ഓയിലാണ്. നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ആയാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇനി അതിലോട്ട് 2 ടീസ്പൂൺ മൈദപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലോർ എന്നിവയെല്ലാം ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് നല്ലോണം കുഴക്കണം. ഈ ഒരു കുരുമുളകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങണം. അപ്പം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 മുട്ടയാണ്. ഇതിപ്പോൾ അത്യാവശ്യം വലിയ മുട്ടയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. മുട്ട ചെറുതാണെങ്കിൽ 3 എണ്ണമൊക്കെ എടുക്കണം. ഇത് ഫസ്റ്റ് ആഡ് ചെയ്യരുത്. നമ്മൾ ആദ്യം മസാല കൂട്ടി വെച്ചതിന് ശേഷമാണ് നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ചു വെക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇനി ഒരു പാത്രത്തിലായിട്ട് 2 കപ്പ് വെള്ളം ഒഴിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഒഴിക്കേണ്ടത് 2 ടീസ്പൂണോളം സോയാ സോസാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് സോയാ സോസ് ആണ് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന് നന്നായിട്ട് വരുന്നുണ്ടാവുക. ഇനി അതിലോട്ട് ആഡ് ചെയ്യേണ്ടത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സാധാ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. എരിവിനനുസരിച്ച് അളവ് നോക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കോൺഫ്ലോർ ആണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ കോൺഫ്ലോർ ഇടയ്ക്ക് കട്ടയായിട്ട് നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ടയൊക്കെ ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചെറിയ തീയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ്റെ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടണം. പിന്നെ നമ്മളിത് വേവിക്കുന്നില്ല. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ തന്നെ നമ്മളുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഇനി വേറൊരു വലിയ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ തന്നെയാണ്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലാണ് ആക്കി വെക്കേണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തേക്ക് തെറിക്കണമൊക്കെ ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 ടീസ്പൂണോളം സ്പ്രിംഗ് ഓണിയനും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ഓപ്ഷനിലാണ് കേട്ടോ. ഞാനത് ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാള, ക്യാപ്സിക്കവും സവാളയൊക്കെ ക്യൂബ് ഷേപ്പിലാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മതി കേട്ടോ.
ഇനി അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കനും ഈ മസാലയും എല്ലാം ഇതിലോട്ട് പിടിക്കണ വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് നമ്മളിനി വേവിക്കുന്നൊന്നുമില്ല, കാരണം ഓൾറെഡി വന്നതാണ്, എല്ലാ സാധനങ്ങളും നമ്മൾ വേവിച്ചതാണ്. പിന്നെ ക്യാപ്സിക്കവും സവാളയും ഒക്കെ നമുക്ക് അങ്ങനെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അതൊരിക്കലും ഓവർ ആവരുത്. ഇപ്പതാ നമ്മളുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇനി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ ഒരു കുരുമുളക് പൊടി ഇടുന്നത് ഒരു ടേസ്റ്റ് കുറച്ച് അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ലാസ്റ്റ് അത് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി ബാക്കിയുള്ള സ്പ്രിംഗ് ഓണിയൻ വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പതാ നമ്മളുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാൻ മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ റെസിപ്പീസും കൊണ്ട് മിനൂസ് വേൾഡ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.